ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പിതാവേ, ഇന്ന് ഞങ്ങൾ സൂം ഫാമിലി മെമ്പേഴ്സ് ഒരുമിച്ച് കർത്താവേ, അങ്ങയുടെ കൃപയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഇന്ന് വരുന്നു കർത്താവേ. ഇന്ന് ഞങ്ങൾക്ക് അയക്കുന്ന വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നടത്തുന്നതിനായിട്ട്, വഴി നടത്തുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി കരയറ്റും. അതിനായിട്ട് പൂർണ്ണമായിട്ടും ഞങ്ങളുടെ കണ്ണുകള്, ഞങ്ങളുടെ ചെവികള്, ഞങ്ങളുടെ ഹൃദയങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നപ്പ അങ്ങ് യേശുവിനെ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെ ഞങ്ങളെ ഓരോരുത്തരെ അങ്ങ് സ്നേഹിക്കുന്നുള്ള വചനത്തിന്റെ വെളിപ്പാടുകൾ കർത്താവേ, അതൊരു അറിവ് തലത്തിൽ നിന്ന് അത് അവർ ഓരോരുത്തരുടെയും ജീവിത ശൈലിയിലേക്ക് കർത്താവേ, ദൈനംദിന ജീവിതത്തിൽ കർത്താവ് ജീവിക്കുന്നവരായി കർത്താവ് മാറ്റുന്നതിനായിട്ട് പരിശുദ്ധാത്മാവ് കൃപ ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി കരയറ്റുന്നു കർത്താവേ. അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ അറിവിനെ അതിശയിപ്പിക്കുന്ന ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരുവാൻ ഇന്നാളുകൾ അങ്ങ് ചെയ്യുന്ന ഓരോ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. അതിനുവേണ്ടി ഓരോ മക്കളെയും കർത്താവ് അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ആഴമേറിയ സത്യങ്ങൾ കർത്താവ് ഇതിന്റെ മക്കളിലേക്ക് അയക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കുന്നതിനായിട്ടൂടെ നന്ദി പറയുന്നു കർത്താവ്. അങ്ങയുടെ ആഗ്രഹം ഓരോരുത്തരും ഒരു ഇന്റിമസിലേക്ക് വരുവാൻ, ഒരു ബന്ധത്തിലേക്ക് വരുവാനാണല്ലോ കർത്താവ്. അത് യേശു അന്ന് ഞങ്ങൾ ഇവിടെ കാണിച്ചു. അതേ ബന്ധത്തിലേക്ക് ഇന്ന് വരുവാൻ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളെ വിളിക്കുന്നു, ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നപ്പാ. അതിനെ തടസ്സമായിക്കുന്ന എല്ലാത്തിനെയും പരിശുദ്ധാത്മാവെ അങ്ങ് എടുത്തു മാറ്റുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിന്റെ നീളത്തിലും വീതിയിലും ആഴങ്ങളും ഉയരങ്ങളും ഇന്നാളും നിന്റെ ഓരോ മക്കളും തിരിച്ചറിഞ്ഞ് അതിൽ ജീവിക്കട്ടെ കർത്താവ്. അതിനായിട്ട് ഞങ്ങൾ നന്ദി കരയറ്റുന്നു. മാനവും മഹത്വവും എടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ഇന്ന് വായിച്ച സ്ക്രിപ്ചർ ഞാൻ ഒരു ഇംഗ്ലീഷ് പാഷൻ ട്രാൻസ്ലേഷൻ ഞാനൊന്ന് വായിക്കാം. നിങ്ങളൊന്ന് കേട്ടോ. ഞാൻ എപ്പോഴും റെഫറൻസ് എടുക്കുന്ന ഒരു ട്രാൻസ്ലേഷനാണ് പാഷൻ ട്രാൻസ്ലേഷൻ. കുറച്ചുകൂടെ നല്ല ലളിതമാണ് അതിന്റെ ഇംഗ്ലീഷിലാണ്. ഒന്ന് കേൾക്കാം. 14. So I kneel humbly in awe before the Father of our Lord Jesus, the Messiah, the perfect Father of every father and child in heaven and on earth. And I pray that he would unveil within you the unlimited riches of his glory and favor, until supernatural strength floods your innermost being with his divine might and explosive power. Then, by constantly using your faith, the life of Christ will be released deep inside you, and the resting place of his love will become the very source and root of your love. Then you will be empowered to discover what every Holy One experiences, the great magnitude of the astonishing love of Christ in all its dimensions. How deeply intimate and far-reaching is love, how enduring and inclusive it is, endless love beyond measurements that transcends our understanding. This extravagant love pours into you until you are filled to overflowing with all the fullness of God. What an amazing translation. അപ്പൊ ഇന്ന് ഈ നാളുകൾ കൃപയെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൃപ എന്താന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു എക്സ്പ്ലനേഷൻ തന്നു. കൃപ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എംപവറിംഗ് പ്രസൻസ് ഓഫ് ഗോഡ്. നിങ്ങളെ പിതാവായ ദൈവം നിങ്ങളെ ക്രിസ്തുവിൽ കൂടെ കാണുമ്പോൾ ആ വ്യക്തിത്വത്തിലേക്ക് നിങ്ങളെ നടത്തുന്ന ഒരു ശക്തിയാണ്, അതൊരു പ്രസൻസ് ആണ്. നമ്മൾ കേട്ടു. കാരണം പിതാവിന്റെ പ്രവൃത്തിയാലാണ് നമ്മൾ പുത്രങ്ങളായിരിക്കുന്നത്. അപ്പോൾ കൃപയുടെ ഉറവിടം തന്നെ സ്വർഗത്തിൽ നിന്നാണ്. ആ കൃപയുടെ അടിസ്ഥാന ഫൗണ്ടേഷൻ തന്നെ ഇസ് ദ ഫാദേഴ്സ് ലവ്. പിതാവിന് നിങ്ങളോടുള്ള സ്നേഹം. അതിനുവേണ്ടി നമ്മളെ ഒരു സുരക്ഷിതമായിട്ടൊരു പൊസിഷനിൽ പിതാവ് നമ്മളെ കൊണ്ടുവച്ചിരിക്കുക. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. എന്തിന്? യോഹന്നാന്റെ സുവിശേഷം 15:9 നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെയും സ്നേഹിക്കുന്നു, അതുകൊണ്ട് എന്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. അപ്പൊ എന്റെ നിങ്ങളുടെ റെസ്റ്റിംഗ് പ്ലേസ് ആണ് ആ സ്നേഹത്തിനകത്ത്. അപ്പൊ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞോണം, ഞാനും നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായ ഓരോരുത്തരും ഐ ആം ദ ബിലവഡ് സൺ ഓർ ഐ ആം ദ ബിലവഡ് ഡോട്ടർ ഓഫ് ഗോഡ്. അതെന്റെ പ്രവൃത്തി കൊണ്ടല്ല. അപ്പോൾ ആ തിരിച്ചറിവ് വരുമ്പോ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കിയോണം, ഇതെല്ലാം പിതാവാണ് ഇതെല്ലാത്തിന്റെ ഉത്ഭവം. ഈ ഈസ് ദ ഒറിജിനേറ്റർ ഓഫ് ഗ്രേസ്. അപ്പൊ കൃപ അയച്ച് നമ്മളെ ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയത്തെ പരുവത്തിൽ കൊണ്ടുവന്ന്
നമ്മളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ആകർഷിച്ച് ആ സ്നേഹത്തിൽ ഇന്ന് വെച്ചിരിക്കുക. അവിടെ വസിക്കാനാണ് പറയുന്നത്. റെസ്റ്റ് ഇൻ ദാറ്റ്. അതിൽ വസിക്കാനാണ് പിതാവ് പറയുന്നത്. സോ റെസ്റ്റ് ഇൻ ദാറ്റ്. ആ ഒരു സ്വസ്ഥതയിലേക്ക് വസിക്കാനാണ് ഇന്ന് നമ്മളെ ഓരോരുത്തരെയും പിതാവ് നമ്മളെ അതിന് ശക്തീകരിക്കുന്നു, നമ്മളെ ആഹ്വാനം ചെയ്ത്. അതിന് പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മളെ സഹായിക്കുന്നത്. ആ ഒരു ട്രെയിനിങ് ആണ് ഇത് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. അപ്പൊ കൃപ എന്താ ചെയ്യുന്നത്? നമ്മളൊരു പൊസിഷനിൽ കൊണ്ടുവന്ന് അത് നമ്മൾ സ്വസ്ഥതയിൽ ആ ഒരു സ്നേഹത്തിൽ നമ്മൾ വസിക്കുമ്പോൾ യേശുക്രിസ്തു വഴിയായി എനിക്കും നിങ്ങൾക്കും എന്തെല്ലാം തന്നിട്ടുണ്ടോ അത് മുഴുവൻ വെളിപ്പെടുത്തി കിട്ടുന്ന ഒരു പൊസിഷനിലേക്ക് നമ്മളെ കൊണ്ടുവന്നേക്കും. അപ്പൊ ആ ഒരു സ്നേഹത്തിൽ ഞാനും നിങ്ങളും വസിക്കുമ്പോൾ, റെസ്റ്റ് ചെയ്യുമ്പോൾ, ഐ എം നോട്ട് ട്രൈങ് ടു ഡു എനിത്തിങ് ടു ഏൺ ഗോഡ്സ് ലവ്. ദൈവത്തിന്റെ സ്നേഹം ഞാൻ എന്തോ ചെയ്ത് പ്രാപിക്കാനല്ല ഞാൻ നോക്കുന്നത്. ബട്ട് ഒരു തിരിച്ചറിയില്ല, എൻ്റെ ഒരു പ്രവൃത്തിയും നോക്കിയിട്ടല്ല, പിതാവിന്റെ സ്നേഹത്തിൽ എന്നെ ആദ്യ സ്നേഹത്തിൽ കൊണ്ടുവച്ചിരിക്കുക. അവിടാണ് എൻ്റെ ദൈവമക്കളെ ഏറ്റവും നിങ്ങൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ ആദ്യ സ്നേഹം? അത് യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷം 17:24 പറഞ്ഞു. ഒന്ന് സാറ ഒന്ന് വായിക്കോ. ജോൺ ചാപ്റ്റർ 17:24. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഫസ്റ്റ് ലവ്, ആദ്യ സ്നേഹം എന്ന് പറയുന്നത് തന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് തൃത്വത്തിൽ ഉണ്ടായിരുന്ന ആ ബന്ധമാണ്. ദ ലവ് ബിറ്റ്വീൻ ദ ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ത്രിയേക ദൈവത്വത്തിനകത്തുള്ള ആ ഒരു സ്നേഹം, ആ ഒരു യൂണിറ്റി, ആ ഒരു വൺനെസ്, ആ ഒരു പാഷന്, ആ ഒരു ഡിസയർ, അതിന്റെ അകത്തേക്കാണ് എന്നെ നിങ്ങളെ ഇന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു കൃപയാണ് നമ്മളെ ഈ സ്നേഹ ബന്ധത്തിൽ വളരുവാൻ. അപ്പോ ആ സ്നേഹത്തിന് നമ്മൾ സ്നേഹം എന്ന് പറയുമ്പോൾ അതിന് 4 ഡയമെൻഷൻ ആ വചനം നമ്മളിപ്പോ കേട്ടു. ദ ലെങ്ത് ഓഫ് ഹിസ് ലവ്, ദ ബ്രെത്ത് ഓഫ് ഹിസ് ലവ്. സ്നേഹത്തിന്റെ നീളമുണ്ട്, സ്നേഹത്തിന്റെ വീതിയുണ്ട്, സ്നേഹത്തിന്റെ ആഴങ്ങളുണ്ട്, സ്നേഹത്തിന് ഉയരങ്ങളുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയോ. ഉയരം എന്ന് പറയുമ്പോൾ എന്തുവാ? സ്വർഗത്തോളമുണ്ട്. നീളമോ? അൺലിമിറ്റഡ്, അളന്നാലും തീരാത്ത സ്നേഹം. ആഴമോ? ഈവനാണ്ട്. അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞ, ഞാൻ കടലിന്റെ ആഴിയിൽ പോയി ഒളിച്ചിരുന്നാലും നീ അവിടെയുണ്ട്. ലുക്ക് അറ്റ് ദ ഡെപ്ത്. അപ്പോ ഈ ഓരോ ഡയമെൻഷനും നമുക്ക് ഓരോ സാഹചര്യത്തിലും ഓരോ വിവിധ സർക്കംസ്റ്റാൻസസിൽ കൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി കിട്ടത്തുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ ഓരോ ഡയമെൻഷനും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നു. അപ്പൊ അതിനുവേണ്ടി എന്നെ നിങ്ങളെ ദൈവം ആദ്യമേ പറഞ്ഞു, ഞാൻ ആദ്യ സ്നേഹത്തിലാണ്. അപ്പൊ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി മുഖാന്തരം പിതാവായ ദൈവം എന്നെ നിങ്ങളെയും തൻ്റെ പുത്രനായ ആദ്യ സ്നേഹത്തിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാ, പിതാവ് എന്നെ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെ നിങ്ങളെയും സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിക്കുവേൻ. സോ ഹി ഹാവ് ടു റെസ്റ്റ്. അപ്പൊ അതൊരു ട്രെയിനിങ് ആണ്. എന്തിനാ നമ്മൾ ഈ സ്വസ്ഥതയിലേക്ക്, നമ്മൾ ഈ സ്നേഹത്തിന്റെ ആ സ്വസ്ഥതയിലേക്ക് നമ്മൾ വസിക്കാൻ ഒരു ട്രെയിനിങ് എനിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇപ്പോഴേ നിങ്ങൾ ട്രെയിൻ ചെയ്ത് ആ ഒരു വസിക്കുക എന്നുള്ള ഒരു അബൈഡിങ്ങിലേക്ക് ആ ഒരു ഉറപ്പ് എനിക്ക് നിങ്ങൾക്ക് കിട്ടണം. അല്ലാതെ സാഹചര്യം വരുമ്പോഴല്ല നമ്മൾ സ്നേഹത്തെ തപ്പി പോകേണ്ടത്. സാഹചര്യം വരുന്നതിന് മുമ്പേ കൃപ എന്നെ നിങ്ങളെ പ്രിപ്പയർഡ് ആയിട്ട് വെക്കുക. എന്തിനാ? ഇനിയൊരു മുൻപിൽ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് നീ ആ സ്നേഹത്തിൽ ഉറയ്ക്കുമ്പോൾ വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ, നന്മയായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, ഇതിനെല്ലാം ഉപരി എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവ് എന്റെ കൈ പിടിച്ചിട്ടുണ്ട്. അത് എന്റെ പ്രവൃത്തി ഒന്നും നോക്കിയിട്ടില്ല, പുത്രന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി മൂലമാണെന്നൊരു ബന്ധത്തിൽ നിങ്ങൾ വരുമ്പോൾ ആത്മീയ മണ്ഡലത്തിൽ നിങ്ങൾ ഏത് വിഷയത്തിന്റെ മേളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കുക എന്ന് പറയുമ്പോൾ സ്വസ്ഥതയിൽ നിങ്ങൾ പ്രവേശിച്ച് അതിൽ വസിക്കാൻ ദൈവത്തിന്റെ ആ വചനം പറയുമ്പോൾ ആ ഒരു വേർഡാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അബൈഡിങ്. അബൈഡിങ് മീൻസ് ടു റിമെയിൻ, ടു സ്റ്റേ, ടു ഡ്വെൽ റിഗാർഡ്ലെസ് ഓഫ് എനി സർക്കംസ്റ്റാൻസസ് ഇൻ യുവർ ലൈഫ്. എന്ന് വെച്ചാൽ അവിടെ വസിക്കുക, അവിടെ ഉറയ്ക്കുക, അവിടെ നിലനിൽക്കുക, ഏത് വിഷയം മുന്നേ വന്നാലും. കാരണം ഈ വിഷയങ്ങൾ ഒന്നും
എന്നെ നിങ്ങളെയും ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റത്തില്ല. ഇതൊരു തിരിച്ചറിവ്. അപ്പോ അബൈഡിങ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോസസ്സ് നോക്കിക്കോണം. ആ വാക്യം നമ്മൾ അതിലോട്ട് വരാം. അപ്പൊ അതിന്റെ പ്രോസസ്സ് ചെയ്യാൻ പറയാം. അബൈഡിങ് ആദ്യം നമ്മൾ എന്ത് വിശ്വസിക്കുന്നു? ഉദാഹരണത്തിന് കർത്താവിനെ അറിഞ്ഞ കാലത്ത്, ആദ്യകാലങ്ങളിൽ ഞാൻ പറയുമായിരുന്നു, ജീസസ് ഈസ് മൈ ലോർഡ്, യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ കർത്താവ്. ഓരോ സാഹചര്യം നടുവിൽ ഇത് പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അത് പറയത്തില്ല. കാരണം ഐ നോ, എനിക്കറിയാം, എവിടെ? എൻ്റെ ഹൃദയത്തിൽ അറിയാം, ഹി ഈസ് മൈ ലോർഡ്. അപ്പോ അബൈഡിങ് എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് നമ്മൾ വരുന്നതിന് നമ്മുടെ വിശ്വാസത്തെ ഒരു നോയിങ്ങിലേക്ക് കൊണ്ട്, അറിവ് തലത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് 3 വഴിയാ നോക്കണം. അബൈഡിങ് എന്ന് പറയുമ്പോൾ വാട്ട് യു ബിലീവ്, വിശ്വാസത്തെ നോയിങ്ങിലേക്ക് കൊണ്ടുവരണം. ആ നോയിങ്ങിനെ നോളജിലേക്ക് കൊണ്ടുവരണം. എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഞാൻ അവിടെ സ്വസ്ഥതയായിട്ട് ആ സ്നേഹബന്ധത്തിൽ ഞാൻ വസിക്കുന്നു. അത് എൻ്റെ ഒരു ഹെഡ് നോളജ് ആയിട്ട് മാത്രം നിലനിൽക്കുകയാണെങ്കിൽ, ഈ ഹെഡിലായിരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ വന്ന് ഹൃദയവും മനസ്സും ഒരുമിച്ച് ഒരു സിംഗിൾ മൈൻഡഡ് ആകുന്നില്ലെങ്കിൽ, ഹെഡ് നോളജ് ആയിരിക്കും. അത് മാത്രം തലയിൽ മാത്രം ആ ഒരു കൺസെപ്റ്റ് ആയിട്ട്, ഒരു ഐഡിയ ആയിട്ട് എൻ്റെ തലയിൽ മാത്രം നിലനിൽക്കുകയാണെങ്കിൽ, വിഷമമേറിയ പ്രയാസമേറിയ വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ ഈ വിഷയങ്ങളുടെ ഭയവും ഭീതിയും ആകുല ചിന്തയും ഒക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ അങ്ങ് തന്ത്രപ്പെടും. എങ്ങനെയാലും ഇതിനകത്തുനിന്ന് പുറത്തു വരണം. So I'll be always trying to come out of my problem in my strength. എന്റെ ശക്തിയാൽ എങ്ങനെയാലും ഇത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറെ കിടന്ന് ബുദ്ധിമുട്ടും. അതേസമയം നിങ്ങൾ ഒരു ഹാബിറ്റായിട്ട് ആ സ്നേഹബന്ധത്തിൽ നിങ്ങൾ വസിക്കുകയാണെങ്കിൽ, ടെക്നോളജി ഇത് താഴെ വന്ന് നിങ്ങളുടെ ഹൃദയത്തിലാണെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ വിശ്വാസം നോയിങ്ങിലേക്ക് വന്നു. നിങ്ങൾക്ക് മനസ്സിലായി, ഹൃദയത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി. ആ നോയിങ് പിന്നെ അത് ഒരു നോളജിലേക്ക് വരണം. നോളജിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അറിവ്, ജ്ഞാനവും ഉണ്ട്, പരിജ്ഞാനവും. ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ഡെപ്ത്. പക്ഷെ അത് ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അത് പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ ദൈവത്തിന്റെ വചനത്തിന്റെ അറിവിനെ ബിലീവ്, ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ഹൃദയത്തിൽ വിശ്വസിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ വിവിധ സാഹചര്യങ്ങളിൽ കൂടെ കൊണ്ടുപോയി എൻ്റെ ഹൃദയവും മനസ്സും ഒരുമിച്ച് ഒരു അബൈഡിങ്, അതായത് ആ ഒരേ സ്നേഹബന്ധത്തിൽ വസിക്കാൻ ഒരു ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ ഹെഡ് നോളജ് അത് ഹൃദയത്തിലെ ഒരു അറിവായിട്ട് വന്നു. ആ അറിവ് പതുക്കെ എൻ്റെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അറിയാം ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അതിനെ നോളജിലേക്ക് കൊണ്ടുവരും, പരിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് എനിക്കൊരു ഉറപ്പും ഒരു കോൺഫിഡൻസും കിട്ടും. എന്താ? യേശുവാണ് ഈ കർത്താവ്, സാഹചര്യമല്ല കർത്താവ്. അങ്ങനാണെങ്കിൽ ഒരു തിരിച്ചറിവിലേക്ക് വരും. ഏത് വിഷയത്തെയും ഞാൻ ഈ പ്രസൻസിലേക്ക് കൊണ്ടുവരാൻ ഞാൻ പരിശീലിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ വിഷയത്തെ ഞാൻ എങ്ങനെ എനിക്ക് തരണം ചെയ്യാമെന്നുള്ള ഒരു തത്രപ്പാട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ദൈവസ്നേഹം തപ്പിപ്പോകും. അപ്പൊ അതൊരു യു ആർ ട്രൈങ് ടു ഏൺ ഗോഡ്സ് ലവ്. പക്ഷെ നിങ്ങളുടെ ട്രെയിനിങ് കൊണ്ട് നിങ്ങളുടെ വിശ്വാസം നോയിങ്ങിലേക്ക്, അറിവ് തലത്തിലേക്ക്, ഹൃദയവും മനസ്സിലെ അറിവ് തലത്തിലേക്ക് വന്ന് അതൊരു പരിജ്ഞാനമായി മാറുമ്പോൾ നിങ്ങൾ അത് ജീവിത ശൈലിയായിട്ട് നിങ്ങൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ജീവിത ശൈലിയാകുമ്പോൾ ഏത് വിഷയത്തിനും നടുവിൽ നിങ്ങൾക്ക് മനസ്സിലാവും, I know he is my Lord, so he is going to show up there. യേശുവാണ് എൻ്റെ കർത്താവ്, എൻ്റെ ഹൃദയത്തിലും മനസ്സിലും ഞാൻ ഉറപ്പിക്കുന്നു. അപ്പൊ വിഷയം എന്തുവായാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഈ വിഷയത്തിൽ ഒന്നും എന്നെ നിങ്ങളെയും ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റത്തില്ല. അപ്പോഴാണ് റോമാലേഖനം 8:37 നമ്മൾ പറയുന്നത്, ഇവയൊന്നും എന്നെ നിങ്ങളെയും ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റത്തില്ല. അപ്പോ ഒരു വചനത്തെ അത് നമ്മുടെ ഒരു ബിലീഫിൽ നിന്ന്, ഫെയ്ത്തിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് അറിവ് തലത്തിലേക്ക് വന്ന് അത് നോളജായി, പരിജ്ഞാനമായി മാറുന്ന ഈ പ്രക്രിയയിൽ കൂടാണ് അബൈഡിങ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ അതോടെ കൃപയായത് മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. കാരണം ഹെഡ് നോളജ് ആണെങ്കിൽ അപ്പൊ നമുക്കറിയാം, എല്ലാം നമുക്ക് എപ്പോഴും അറിയാം, വചനമൊക്കെ നമ്മൾ കോട്ട് ചെയ്യുന്ന ദൈവസ്നേഹത്തിൽ നിന്ന് ഇവയൊന്നും എന്നെ നിങ്ങളെ അകറ്റാൻ പറ്റത്തില്ല. ബട്ട് ഇഫ് ഇറ്റ് ഇസ് യുവർ ഹെഡ് നോളജ്, ഇത് ഭൗതിക തലത്തിൽ മാത്രമാണ് ഈ സ്നേഹബന്ധം നിലനിൽക്കുന്നെങ്കിൽ
ഭാരമേറിയ വിഷമം, വളരെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥ വരുമ്പോ ഈ സ്നേഹബന്ധമൊക്കെ അങ്ങ് പോകും. കർത്താവെ അങ്ങ് എവിടെ? ഇതാണ് ഏദൻ തോട്ടത്തിൽ നടന്ന കാര്യം. ദൈവത്തെ പോലായിരുന്നു, ദൈവത്തിന്റെ മഹത്വത്തിൽ നടന്ന, ദൈവത്തിന്റെ കൃപയെ അവരെ പൊതിഞ്ഞിരുന്നു. അവിടെ പിശാച് വന്നപ്പോ ഇതൊക്കെ ഒരു തന്ത്രം ഉപയോഗിച്ചു. ദൈവം സാക്ഷാൽ അത് പറഞ്ഞോ? ഈവൻ ടുഡേ അത് തന്നെയാണ് നടക്കുന്നത്. വചനമുണ്ട്, റോമാലേഖനം 8:31, ലൂക്കാ 10:19, യേശു എനിക്ക് വേണ്ടി സകലതും കാൽവരി ക്രൂശിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. നമ്മൾ ഇന്നും ചൊല്ലുന്ന ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ ഹെഡ് നോളജ് നമ്മൾ വീഴും. അതേസമയം ആ ഫെയ്ത്ത് പ്രത്യാശയിലേക്ക് വന്ന് പ്രത്യാശ സ്നേഹത്തിലേക്ക് വരുമ്പോഴാണ് ഈ അബൈഡിങ് വരുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 13:13 പറയുന്നത്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. പക്ഷെ ഇവയിൽ ഏറ്റവും വലുതോ സ്നേഹം. സ്നേഹം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിത്വത്തിലേക്ക് എന്നെ നിങ്ങളെ മോൾഡ് ചെയ്ത് നമ്മുടെ പഴയ മനുഷ്യന്റെ ചിന്താഗതിയും കാഴ്ചപ്പാടും സംസാര രീതിയും മാറ്റി പിതാവ് പുത്ര പരിശുദ്ധാത്മാ ബന്ധത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഐ നോ ഹൂ ഇസ് മൈ ഫാദർ. ഈ സാഹചര്യത്തിന് നടുവിലും പിതാവ് ആരാന്ന് എനിക്കറിയാം. പിതാവ് സ്വർഗത്തിൽ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുകയാണ്. യേശു ക്രിസ്തു സകലത്തിന്മേലും ജയോത്സവം എടുത്ത് എൻ്റെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് സകലത്തിന്മേൽ ജയോത്സവമായി എന്നെ നടത്തുന്നുള്ള ബോധ്യത്തിലേക്ക് വരുമ്പോൾ യു ആർ അബൈഡിങ്. ഇതാണ് ഒരു പ്രോസസ്. ആ പ്രോസസ്സിൽ നമ്മളെ സഹായിക്കുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ശക്തിയാണ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഓർ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇതാണ് പൗലോസിന്റെ ലേഖനം എന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, 1 കൊരിന്ത്യർ 15:9 തോന്നുന്നു. ഞാൻ ഐ ആം ദ ലീസ്റ്റ് ഓഫ് ഓൾ അപ്പോസ്റ്റൽസ്. അതൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15:9. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പസ്തോലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനുമാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. കണ്ടോ, ഞാൻ എന്തായിരിക്കുന്നു ആരായിരിക്കുന്നു ദൈവകൃപയാലാണ്. ആ കൃപ വൃഥാ ആയില്ല. മറിച്ച് മറ്റെല്ലാവരെക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. എത്ര പ്രാവശ്യം കൃപ എന്ന് പറയുന്നതിനകത്ത്. സോ ഇറ്റ്സ് ദ എംപവറിംഗ് പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ ആയിരിക്കുന്ന ദൈവകൃപയാലാണ്. ഞാൻ പക്ഷെ എല്ലാരെ കാട്ടി അധ്വാനിച്ചു. പക്ഷെ എന്നെ അധ്വാനിക്കാൻ സഹായിച്ചതുകൂടെ ദൈവത്തിന്റെ കൃപയാണ്. ഈ പ്രോസസ്സാണ് ഞാനും നിങ്ങളും എപ്പോഴും പോയി. ഇതൊരു ബേസിക് ഫൗണ്ടേഷനാണ്. നമുക്ക് പലർക്കും വീഴ്ച ഇടർച്ചയൊക്കെ വരുന്നതിന്റെ കാരണം എന്നാ? എല്ലാം ഹെഡ് നോളജാ. ദൈവം ആദ്യ സ്നേഹത്തിൽ എന്നെ വെച്ചിരിക്കുക. പിതാവായി ദൈവം എന്നെ യേശുവിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നു. പക്ഷെ ഒരു ഞെക്കുന്ന അവസ്ഥ നിങ്ങളുടെ ഉള്ളിൽ വരണം. ഞാൻ എപ്പോഴും തമാശയായിട്ട് പറയും, നിങ്ങൾക്ക് നല്ല ഞെക്കുന്ന ഒരു അവസ്ഥ വരട്ടെ. അത്ര കലുഷിതമായ ഒരു അവസ്ഥയെ നമ്മളിങ്ങനെ പിടിച്ച് ഞെക്കുന്ന പോലെ നമ്മളെ ഒരു അവസ്ഥ വരട്ടെ. അപ്പോഴറിയാം നമ്മുടെ വായിന്ന് എന്താ വരുന്നത്. കാരണം എന്നാ? നമ്മൾ വസിക്കുകയല്ല, കാരണം അത് ഹെഡ് നോളജ് ആണ്. ഈ ഒരു തലത്തിലേക്ക് ഫെയ്ത്ത്, വിശ്വാസം, ഹോപ്പിലേക്ക്, പ്രത്യാശയിലേക്ക് വന്നിട്ടില്ല. പ്രത്യാശ സ്നേഹബന്ധത്തിലേക്ക് വന്നിട്ടില്ല, അബൈഡിങ്ങിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഒരു പ്രോസസ്സ് നോക്കിക്കോണം. ഈ അബൈഡിങ് നമ്മൾ വസിക്കുക, എന്റെ സ്നേഹത്തിൽ വസിക്കുക എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ ആ ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിങ്ങളൊരു പ്രോസസ്സിൽ കൂടെ കൊണ്ടുവന്നു. ആ പ്രോസസ്സിന്റെ ആദ്യം എന്ന വചനം നമ്മൾ കേൾക്കുന്ന ഹൃദയത്തിലേക്ക്. ആ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് അത് യേശു എങ്ങനെ കാണുന്നു അത് കാണാൻ പറ്റുന്നു. അതിനെ മനസ്സിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവ് മനസ്സിനകത്ത് ഇത്രയും നാള് നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയ പല കാര്യങ്ങളെയും നെഗറ്റീവാണ്. കാരണം ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ, വിഷയം മല പോലെ നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ സ്നേഹബന്ധത്തിൽ വസിക്കുന്നില്ലെങ്കിൽ വിഷയം മല പോലെ നിന്ന് നിങ്ങളെയും ഭയമ്, ആകുല ചിന്തയെല്ലാം കൊണ്ടുവരുന്നത് എന്താണെന്ന് പറയുക, നമ്മൾ എന്തെങ്കിലും ചെയ്യാനുള്ള പ്രയാസം തുടങ്ങും. എങ്ങനെയും ദൈവസ്നേഹത്തിൽ നിറയാൻ തുടങ്ങും. പക്ഷെ അതേസമയം ഈ തിരിച്ചറിയിൽ വന്നേ, ആ വിശ്വാസത്തിൽ നിന്ന് അറിവ് തലത്തിലേക്ക്, ഞാൻ പരിജ്ഞാനത്തിലേക്കും വന്ന് ആ സ്നേഹത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന, ഉറയ്ക്കുന്ന വസിക്കുന്ന ആ ഒരു തലത്തിലേക്ക് ഞാൻ നിങ്ങൾ വരുമ്പോൾ, വിഷയം എത്ര വലുതായാലും എനിക്കറിയാം എന്നെ ദൈവം കൈ പിടിച്ചിട്ടുണ്ട്. അതേ വിഷയം എടുത്ത് കൂടുതൽ
ആഴങ്ങളിലേക്ക്, ഈ സ്നേഹത്തിന്റെ നീളം, ഈ സ്നേഹത്തിന്റെ ഉയരം, ഈ സ്നേഹത്തിന്റെ വീതി, ഈ സ്നേഹത്തിന്റെ ആഴങ്ങൾ അറിയുവാൻ ദൈവം ഉപകരിക്കുക. അപ്പോ അങ്ങനെ വരുമ്പോൾ ഏത് വിഷയവും ഇറ്റ് ഈസ് ഓൾവേസ് ടൈഡ് ടു ദ നേച്ചർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നേച്ചറിലേക്ക് ടൈഡാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതി എന്നെ നിങ്ങളിൽ പുത്രന്റെ തികവോളം പണിത് കൊണ്ടുവരാനാണ്. അത് ഉൽപ്പത്തി തുടങ്ങിയതാണ്. ഇത് അവസാനം വരെ ഈ പ്രോസസ്സ് പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം ദൈവം എങ്ങനെയായിരുന്നു? ഏത് വിഷയത്തിന്റെ നടുവിൽ കുലുക്കമില്ല, അനക്കവുമില്ല. കാരണം ഈസ് ഫിക്സ്ഡ് ഓൺ ദാറ്റ്. അതേ വിഷയം അതേ മോൾഡിലേക്ക് കൊണ്ടുവരികയാണ്. അതേപോലെ പുത്രനായ യേശു എങ്ങനായിരുന്നു അതേ ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്നെ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രേസ്. അതിൽ നിങ്ങൾ വേറെ അത് വസിക്കാൻ തുടങ്ങും. അത് നിങ്ങൾ വേറെ ഇറക്കി നിങ്ങൾ ഇറക്കുമ്പോൾ അപ്പോഴാണ് ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം, വചനത്തിലേക്ക് വരാം. ഇക്കാരണത്താൽ അപ്പോസ്തലന്റെ പൗലോസിന്റെ പ്രാർത്ഥനയാ, സഭകൾക്കുള്ള പ്രാർത്ഥനയാ, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ പിതൃകൾക്കും നാമകാരണമായ പിതാവിന്റെ മുട്ടിൽ ഞാൻ മുട്ടുമടക്കുന്നു. അപ്പൊ ഇപ്പൊ ഉറപ്പിച്ചോണം, സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരു അപ്പനുണ്ട്. നിങ്ങൾ പ്രിയ പുത്രന്മാരും പുത്രിമാരുമാണ്. ആ അപ്പനാ പറഞ്ഞു, ഞാൻ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാള് ഞാൻ ഉപേക്ഷിക്കത്തില്ല. ഏത് വിഷയത്തിന് നടുവിലും എനിക്ക് പലതും അറിയത്തില്ലായിരിക്കും, പക്ഷെ എല്ലാം അറിയുന്ന ഒരു ദൈവം എൻ്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിഷയത്തെയും ധൈര്യത്തോടെ നേരിടാൻ ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്. കൈവിടത്തില്ലെന്ന് പറഞ്ഞ ദൈവം എൻ്റെ ഹൃദയത്തിൽ അത് ഉറയ്ക്കുമ്പോൾ, വസിക്കുമ്പോൾ, ഞാൻ വിശ്വാസത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് വന്ന് പ്രത്യാശയിൽ നിന്ന് പരിജ്ഞാനത്തിലേക്ക് വരുമ്പോൾ ഞാൻ അവിടെ വസിക്കാൻ തുടങ്ങും. ഇതൊന്നും എൻ്റെ വിഷയമല്ല, എന്നെ കൈ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഉറപ്പാ എത്തേണ്ടിടത്ത് എത്തിക്കാൻ മതിയായ ഒരു ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് യു ആർ അബൈഡിങ്. ഹോപ്പ് ഐ എം ക്ലിയർ. അത് കുറച്ചുകൂടെ ഞാൻ വേണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഒന്ന് മലയാളത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് എഴുതിയത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒന്ന് വായിക്കാം. പ്രായോഗിക തലത്തിൽ നമ്മളൊന്ന് കൊണ്ടുവരാന്, ജീവിതത്തിൽ പ്രശ്നകരമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ കൃപ നമ്മളെ എങ്ങനെ സഹായിക്കും? അപ്പൊ ഇതിലൊരു എക്സ്പ്ലനേഷൻ ആണ്, നോക്കിക്കോണം. നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ സ്നേഹബന്ധത്തിൽ നമ്മൾ വസിക്കാൻ ആ ഒരു ജീവിത ശൈലിയായി ഞാനും നിങ്ങളും അത് മാറ്റിക്കഴിയുമ്പോൾ വിഷയം എന്തു വന്നാലും, എന്തെല്ലാം ആയിക്കോട്ടെ, എന്ത് പ്രയാസമായിക്കോട്ടെ, അപകടകരമായിട്ട് എന്തും ആയിക്കോട്ടെ, ആ വിഷയത്തെ തന്നെ നമ്മൾ എടുത്ത് ഉപയോഗിച്ച് ആത്മീയ മണ്ഡലത്തിൽ ദൈവത്തിന്റെ പ്രസൻസിലേക്ക് നമ്മൾ ഉയരുമ്പോൾ നമ്മൾ അതേ വിഷയത്തെ യേശു എങ്ങനെ കാണുന്നു ആ ഒരു കാഴ്ചപ്പാടിൽ കാണാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. ആ ജീവിത ശൈലി നയിക്കാൻ കൃപ നമ്മളെ സഹായിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്ന, അപ്പൊ നമുക്കറിയാം യേശു എന്ന് പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 14:27, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന സമാധാനമല്ല, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, കാരണം ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. അപ്പൊ ലോകത്തെ ജയിച്ചവനാണ് എൻ്റെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. ആ വ്യക്തിയിലാണ് ഞാൻ നിങ്ങളെ വസിക്കുന്നുള്ള ആ 14:27 നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിലുള്ളപ്പോൾ അത് ഹെഡ് നോളജ് ആണെങ്കിൽ നമ്മുടെ ഹൃദയം കലങ്ങും. കാരണം അത് അപ്പോഴും വിശ്വാസ തലത്തിലേ നിന്നിട്ടുള്ളൂ, ഒരു അറിവ് തലത്തിലേ നമ്മുടെ ഹെഡ് നോളജ് ആയിട്ടേ നിന്നിട്ടുള്ളൂ. അതേസമയം ഈ പ്രോസസ്സിൽ കൂടെ എന്നെ നിങ്ങളെയും കൊണ്ടുപോകുമ്പോൾ, കാരണം എപ്പോഴും ഒരു വചനം ദൈവം അയക്കുമ്പോൾ അതിനെപ്പോഴും ഒരു ടെസ്റ്റിംഗ് കൂടെ വരും. അതിനെ ടെസ്റ്റ് ചെയ്ത് എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും അത് ഉറപ്പിക്കുമ്പോഴേ അത് പരിജ്ഞാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറത്തുള്ളൂ. അപ്പൊ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കും, ഓരോ വാക്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അയക്കുമ്പോൾ, റോമാലേഖനം 8:20 ദൈവത്തെ സ്നേഹിക്കുന്ന 8:37 നമ്മൾ കണ്ടു. ഇവയ്ക്കൊന്നും എന്നെ നിങ്ങളെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താനാവത്തില്ല എന്ന് വചനം നിലനിൽക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഒരു പ്രശ്നം അവിടെ വരും. ആ പ്രശ്നത്തിൽ അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളെ ട്രെയിൻ ചെയ്യുക. എന്തിന്? ഈ വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചത് പരിജ്ഞാനമായി മാറണം. ഇവിടെ ഇരുന്നാൽ പോരാ, നിങ്ങളുടെ ഹൃദയവും മനസ്സും ഒരുമിച്ച് നിങ്ങളുടെ അറിവ് തലത്തിൽ അത് ജീവിത ശൈലിയായി മാറുമ്പോഴാണ് ഹൃദയം കലങ്ങത്തില്ല. അല്ലെ ഹൃദയം കലങ്ങിയിട്ട് നമ്മൾ തിരിച്ച് മാനസാന്തരപ്പെട്ട് ഈ വചനം പിന്നെ യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് വെച്ചാൽ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്ന പോലെ ഒരു ജീവിത ശൈലിയല്ല പരിശുദ്ധാത്മാവാണ് നമ്മളെ
ആഗ്രഹിക്കുന്നത്. മറിച്ച് പുത്രിമാരും പുത്രന്മാരുമായിട്ട് ഉറപ്പിക്കുകയാണ്. ഏത് വിഷയത്തിന്റെ നടുവിലും എന്നെ നിങ്ങളെ പരിശീലിപ്പിക്കുക, ഉയരാൻ വേണ്ടി, ആത്മീയ മണ്ഡലത്തിൽ ഉയർന്ന് എന്നെ പിതാവാണ് എന്നെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മേൽ ജയം തന്നൊരുവനായിരിക്കുന്നെങ്കിൽ ഞാൻ അതിൽ വസിക്കാണ്. അപ്പോ കൃപ എന്ന് പറയുന്നത്, അബൈഡിങ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ ഗ്രേസ് എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത്, ഇറ്റ്സ് നോട്ട് സംതിങ് ഐ പ്രാക്ടീസ് ഇൻ മൈ ലൈഫ്. ഞാനല്ല അത് പ്രാക്ടീസ് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ട്രെയിൻ ചെയ്യും. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഐ ആം ഗിവിങ് യു ദ ഗ്രേസ്. എന്താ? നിങ്ങളെ ബോധ്യപ്പെടുത്തുക, നിങ്ങളുടെ മനസ്സും ഹൃദയത്തെ കഴുകുക. എന്തോ? നിങ്ങൾ ആദ്യ സ്നേഹത്തിൽ വന്നിരിക്കുക, ആ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കുക. കാരണം പിതാവ് വാക്കുമാറാത്ത, പിതാവ് പറഞ്ഞിട്ടുണ്ട്, ഒരു കാലത്ത് നിന്നെ ഞാൻ കൈവിടത്തില്ല, ഒരു നാൾ ഞാൻ ഉപേക്ഷിക്കത്തില്ല, ഞാൻ തുണയായി നിൽക്കുന്നതാണ്. ഇവയൊന്നും എന്നെ നിങ്ങളെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, ആ ഒരു കൃപ നിങ്ങളിലേക്ക് അയക്കുമ്പോൾ, ആ ഒരു പ്രസൻസ് നിങ്ങളിലേക്ക് അയക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ അറ്റ്മോസ്ഫിയർ തന്നെ മാറുക. നിങ്ങളെ ഓരോ ദിവസം കഴുകിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ ഇന്റേണൽ റിയാലിറ്റി മാറുക. എന്നുവെച്ചാൽ നിങ്ങളെ പരിശീലിപ്പിക്കുന്ന എന്താ? ഏത് വിഷയത്തെയും അകത്തെ മനുഷ്യനിലൂടെ കാണാൻ. യഥാർത്ഥ സൂസൻ, യഥാർത്ഥ അമ്മുക്കുട്ടി, യഥാർത്ഥ ബിജു, യഥാർത്ഥ നന്ദിനി, യഥാർത്ഥ വസന്തകുമാരി, നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നത്. ഇതല്ല, ആ ഒരു ബോധ്യത്തിലേക്ക് നടത്താനാണ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. ഇപ്പൊ പറഞ്ഞ വചനം, ഞാൻ ലോകത്തെ ജയിച്ചിരി. അതിനർത്ഥം നിങ്ങളിലെ സമാധാനത്തിന്റെ രാജകുമാരൻ യേശുവാണ്. സോ ദ പ്രിൻസ് ഓഫ് പീസ് ഈസ് ഇൻസൈഡ് യു. സമാധാനത്തിന്റെ പ്രഭു എന്റെ ഉള്ളിലാണ്. അപ്പോ വിഷയത്തിന്റെ നടുവിലും സമാധാനം ഞാൻ പുറത്തുനിന്നല്ല വരേണ്ടത്, സമാധാനം എൻ്റെ ഉള്ളീന്ന് എൻ്റെ സുബോധ മനസ്സിലേക്കാണ് വരേണ്ടത്. ഇതിനാണ് ഗ്രേസ് നിങ്ങളെ ഉണ്ടെന്ന് വെച്ചിരിക്കുന്ന ആദ്യ സ്നേഹത്തിൽ. കാരണം എന്നാ? സമാധാനം അന്വേഷിച്ച് ഞാൻ പുറത്തോട്ടല്ല പോകുന്നത്, പുറത്തുനിന്ന് വരുന്നതല്ല അസമാധാനം ഉണ്ടാക്കുന്നത്. അപ്പൊ അസമാധാനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ദൈവം അനുവദിക്കുന്ന എന്തിനാ? ഈ സമാധാന പ്രഭു എന്താണ്? ഈ സമാധാന പ്രഭുവിൽ നിങ്ങൾ വസിച്ചാൽ നിങ്ങൾ ഏത് പരിജ്ഞാനത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും എന്നുള്ളൊരു ട്രെയിനിങ് ആണ്. സോ യു ഹാവ് ടു ഗോ ത്രൂ ദിസ്. അവിടുന്ന് ഒന്നിനെ കുറിച്ചും വിഷമിക്കുന്നത് ഒരു ദിവസവും പോലും. നാം ആരാണെന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരിൽ ആ സ്ഥാനത്ത് ജീവിക്കേണ്ടത് ആവശ്യതയിലേക്ക്, തന്റെ രാജ്യത്തിലേക്ക് വരാൻ യേശു നമ്മളെ ക്ഷണിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഒന്നുകൂടെ മലയാളത്തിൽ എഴുതി വെച്ചതേ ഉള്ളൂ. സമാധാനം എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ദൈവരാജ്യത്തിന്റെ സത്യങ്ങളോട് എതിർക്കാതെ അവയോട് പ്രതികരിക്കുന്ന എൻ്റെ ജീവിത ശൈലിയായി മാറുന്നതിനാണ് ഞാൻ പരിശീലിപ്പിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ അറിവിനെ പരിജ്ഞാനത്തിലേക്ക് വന്ന് അതെന്റെ ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രോസസ്സാണ് അബൈഡിങ്, എൻ്റെ സ്നേഹത്തിൽ വസിക്കുക. അപ്പൊ അബൈഡിങ് എന്ന് ഒരു വാക്ക് കേൾക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 15:9 നിങ്ങൾ കേൾക്കുമ്പോൾ, പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളെയും സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിക്കുമെന്നൊരൊറ്റ വാക്യം നമ്മൾ കേൾക്കുമ്പോൾ അതൊരു പ്രോസസ്സിൽ കൂടെ പോയെങ്കിലേ ഇതെന്റെ ആ വാക്യം, ആ ഒരു വാഗ്ദത്തം എൻ്റെ അറിവ് തലത്തിൽ നിന്ന് എൻ്റെ പരിജ്ഞാനത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ ജീവിത ശൈലിയിലേക്ക് മാറുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ദൈവം എനിക്ക് ആരാന്നുള്ളൊരു കോൺഫിഡൻസ് തരുന്നു, ഒരു ഉറപ്പ് തരുന്നു. എനിക്ക് ഏത് വിഷയത്തെ അഭിമുഖീകരിക്കാം. കാരണം അപ്പൊ എൻ്റെ ബോധ്യം വരും, ഞാനല്ല ഇത് അഭിമുഖീകരിക്കേണ്ടത്, എനിക്ക് ശക്തിയില്ല, പക്ഷെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് ഇതിൽ മേലെല്ലാം. ഫിലിപ്പിയർ 4:19 ഇന്ന് വായിച്ച ഫിലിപ്പിയർ 4:19 നോക്കിക്കത്. I can do all things to Christ who strengthens me. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം. അല്ലല്ല 4:13 തോന്നുന്നു അല്ലേ? എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. കണ്ടോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാം സാധിക്കും. അപ്പൊ ഇതാണ് അബൈഡിങ് പ്രോസസ്. അപ്പൊ ഇത് ഈ തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരണം. അപ്പൊ നമ്മളൊരു കൃപ എന്ന് കേൾക്കുമ്പോൾ അതൊരു ഒരു 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 എന്തോ ഒരു ശക്തി എന്ന് മാത്രമല്ല, ഇറ്റ് ഇസ് എ പ്രോസസ്. കൃപയിൽ എന്നെ കൊണ്ടുവന്നിരിക്കുക. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് വസിക്കാൻ തുടങ്ങുമ്പോൾ ഏത് വിഷയത്തിന്റെ നടുവിലും യേശു എങ്ങനെയായിരുന്നു? എൻ്റെ പിതാവ് എന്ത് കാണുന്നു, എൻ്റെ പിതാവ് എന്ത് സംസാരിക്കുന്നു. എൻ്റെ ദൈവമക്കളെ, ഈ കൃപയിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം,
The grace of God is rooted in the Father's love towards Jesus in you. പിതാവ് പുത്രനെയൊക്കെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെ സ്നേഹിക്കുന്ന അതേ സ്നേഹത്തിലായി കൃപ റൂട്ട് ചെയ്തിരിക്കുന്നു. അപ്പോ ഏത് വിഷയത്തിന്റെ നടുവിലും നിങ്ങൾ ആ കൃപയിൽ വളരും തോറും നിങ്ങളുടെ ഉള്ളിൽ ഒരു ശബ്ദം കേൾക്കാം. എന്തുവാ? യു ആർ മൈ ബെലവഡ് സൺ ഇൻ ഐ ആം വെൽ പ്ലീസ്ഡ്. നീ എന്റെ പ്രിയ പുത്രിയാണ്, നീ എന്റെ പ്രിയ പുത്രനാണ്, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യു ആർ മൈ ആപ്പിൾ ഓഫ് മൈ ഐ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. യു ആർ ദ വർക്ക്മാൻഷിപ്പ്. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ കേൾക്കാൻ തുടങ്ങും. നിങ്ങൾ ഇതെല്ലാം നിങ്ങളെ ബലപ്പെടുത്തുക. എന്ത്? ദൈവത്തിലേക്കുള്ള ഒരു കോൺഫിഡൻസും ഒരു ട്രസ്റ്റും നിങ്ങളുടെ ഉള്ളിൽ ബലപ്പെടുക. ഇതിന്റെ അടിസ്ഥാനമാണ് അബൈഡ്. ഈ ഒരു തിരിച്ചറിയിലേക്ക് എന്റെ ദൈവമക്കളെ നിങ്ങൾ വരണം. ഈ തിരിച്ചറിയിൽ വരുമ്പോൾ ഈ സ്നേഹത്തിന്റെ നീളം നിങ്ങൾക്ക് മനസ്സിലാവും, ഈ സ്നേഹത്തിന്റെ ഉയരം നിങ്ങൾക്ക് മനസ്സിലാവും, ഈ സ്നേഹത്തിന്റെ വീതി നിങ്ങൾക്ക് മനസ്സിലാവും, ഈ സ്നേഹത്തിന്റെ ആഴങ്ങൾ. ഇത് വിവിധ സാഹചര്യങ്ങൾ കൂടി പിതാവ് തന്റെ ഹൃദയത്തെ തുറന്നു തരും. ഇറ്റ്സ് നോട്ട് എ വൺ ഡേ പ്രോസസ്. ഇറ്റ് ടേക്സ് യു ത്രൂ ഡിഫറെന്റ് സിറ്റുവേഷൻസ്. വിവിധ സാഹചര്യത്തിൽ കൂടെ കൊണ്ടുപോകും. ആ സ്നേഹത്തിന്റെ നീളം നിങ്ങളെ കാണിച്ചു. മോനെ, ഇതാ നീ കൈ നീട്ടിക്കോ, എവിടെ വരെ നിനക്ക് എത്താം, അവിടെ അതിനേക്കാൾ അപ്പുറം എന്റെ സ്നേഹം നിന്നിലേക്ക് ഒഴുകുന്നുണ്ട്. മേളോട്ട് നോക്കിയോ, എവിടെ നിനക്ക് നോക്കാത്ത ദൂരത്തെത്താൻ പറ്റുമോ? സ്വർഗത്തോളം എന്റെ സ്നേഹം നിന്റെ കൂടെയുണ്ട്. ഏത് ആഴങ്ങൾ പോയാലും ആ സ്നേഹം അവിടെയുണ്ട്. സോ വാട്ട് എ ഗ്ലോറിയസ് ലൈഫ്. ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുക ദൈവമേ. എന്ത് മഹത്വകരമായ ഒരു പൊസിഷനിലേക്ക് എന്നെ നിങ്ങളെ കൊണ്ടുവന്നെ. ആ ഒരു തിരിച്ചറിവിലേക്ക് ഇന്ന് വന്ന് നിങ്ങൾ ഈ അബൈഡിങ് വസിക്കുക. അതിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഏത് വിഷയത്തെയും എനിക്ക് നിങ്ങൾക്കും ധൈര്യസമേതം നിങ്ങൾക്ക് ഫേസ് ചെയ്യാം. കാരണം കൈവിടാത്ത ഒരു അപ്പനുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഇത് ഇങ്ങനെ കേൾക്കും. ഓ, അപ്പോ ഏത് വിഷയത്തിന് നടുവിലും ഞാൻ സ്നേഹബന്ധത്തിലേക്ക് വരാനുള്ള എൻ്റെ പ്രവൃത്തി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എൻ്റെ ഹൃദയത്തിൽ ഉറയ്ക്കും, ഇത് എന്നെ കൊണ്ടുവന്നിരിക്കുക. അപ്പൊ ഇവിടെ തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഐ എം നോട്ട് ട്രൈങ് ടു ഡു എനിത്തിങ് ടു ഗെറ്റ് ഇൻ ടു ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഞാൻ ഒന്നും എൻ്റെ പ്രവൃത്തിയാൽ കൃപയ്ക്കകത്ത് വരാനല്ല ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ കൃപയിലായിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാലാണെന്നുള്ള തിരിച്ചറിയൽ നോക്കുമ്പോൾ വിഷയങ്ങൾ മല പോലെ മുന്നേ നിന്ന് നിങ്ങൾ ഭയം ചിന്താകുലം കൊണ്ടുവരുമ്പോഴും സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനം നിങ്ങളുടെ ബുദ്ധിക്ക് മേൽ വാഴുമ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവ് മനസ്സിലാകും. ദർ ഈസ് എ പവർ ഇൻ യു. ആ ശക്തി എന്തോ ചെയ്യുന്നത്? ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരം ചെയ്തു തരാൻ കഴിവുള്ള ഒരു ശക്തി എൻ്റെ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ബോധ്യത്തിലേക്ക് നിങ്ങൾ വരും. ഇത് വെച്ചോണ്ട് നമുക്ക് ഇനി ആ സ്ക്രിപ്ചർ നമുക്കൊന്ന് വായിക്കാം. അതൊന്ന് വായിക്കാം. എഫെസ്യ 3:14 നിർത്തി വായിക്കണം. കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും ശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും. ഒരു മിനിറ്റ്. അപ്പൊ നോക്കിയാണ്, ഇതെല്ലാം പിതാവാ ചെയ്ത്. സ്വർഗത്തിലിരിക്കുന്ന പിതാവ് സകല ഭൂമിയിലുള്ള സകല കുടുംബങ്ങൾക്കും കാരണഭൂതനായ ഒരു പിതാവ് തന്റെ ആത്മാവിനെ നമ്മുടെ ആത്മാവിലേക്ക് അയച്ച് ഈ സ്നേഹബന്ധം നമ്മുടെ ഉള്ളിൽ വളർത്തുക. എന്തിന്? സകല വിശുദ്ധരോടൊത്തും. വായിച്ചതിന് ബാക്കി. സകല വിശുദ്ധരോടൊത്ത് ശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയം എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും. ഈ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരങ്ങളും വിവിധ സാഹചര്യത്തിൽ കൂടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന അത് നിങ്ങളുടെ അറിവ് പരിജ്ഞാനമായി ജീവിത ശൈലിയിലേക്ക് മാറുമ്പോൾ, അടുത്ത വാക്യം, നിങ്ങളുടെ കണക്ക് കൂട്ടലിനെ അപ്പുറത്ത് ഇത്രയും നാളും നിങ്ങൾ ചിന്തിച്ചതും മനസ്സിലാക്കിയതുമുള്ള മനസ്സിലാക്കുന്ന മേളിൽ കവിയുന്ന ഒരു വായിച്ചത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും
വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഈ ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ഒരു തിരിച്ചറിവ് വരുന്നത് എപ്പോഴാ? വാക്യം ഉരുവിടുമ്പോഴല്ല, വാക്യം ഉരുവിട്ട് അതൊരു ട്രെയിനിങ്ങിൽ കൊണ്ടുപോയി സാഹചര്യത്തിന് മേൽ ജയമെടുത്ത് ഞാൻ അറിവ് പരിജ്ഞാനം ജീവിത ശൈലിയായി മാറുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ബോധ്യമുണ്ട്, സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട്. അതൊരു ശക്തിയാണ്, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തി എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്തിനാ? ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരം ചെയ്യാൻ ഒരു ശക്തി എൻ്റെ ഉള്ളിൽ നിന്നൊരു ബോധ്യത്തിലേക്ക്, ഒരു വളർച്ചയിലേക്ക് നിങ്ങൾ വരണം. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ you have to go through all this process. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വന്നു. അത് കൃപയാണ് ചെയ്തത്. എന്നെ നിങ്ങളെ ആദ്യ സ്നേഹത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ട്രെയിൻ ചെയ്യുക. എന്തിന്? തൻ്റെ ആത്മാവിനെ എൻ്റെ ആത്മാവിനുള്ളിൽ വെച്ച് വിശ്വാസം വഴി ആ കൃപയിലേക്ക് എന്നെ കൊണ്ടുവന്ന് എന്നെ എത്തിച്ച് ഇന്ന് വളർത്തുക. എന്തിന്? സകല വിശുദ്ധന്മാരോടും ഒത്ത് എല്ലാവരോടും കൂത്ത്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഈ ദൈവ സ്നേഹത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് വചനത്തിൽ കൂടെ തരുമ്പോഴും നമ്മൾ ഒരുമിച്ച് ഈ സ്നേഹത്തിന്റെ നീളം വർദ്ധിക്കുക, ഈ സ്നേഹത്തിന്റെ ഉയർത്തി വർദ്ധിക്കുക, വീതിയിൽ വർദ്ധിക്കുക, ആഴങ്ങൾ വർദ്ധിക്കുക. എന്തിന്? സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനം എൻ്റെ കണക്കൂട്ടിൽ മേളിൽ ഉണ്ടെന്നൊരു ബോധ്യത്തിൽ വരുമ്പോൾ മനസ്സിലാകും എൻ്റെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്, അതൊരു നിധിയാണ്. എന്തിന്? ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും. ഇപ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന ഏത് വിഷമമേറിയ സാഹചര്യത്തിന്റെ നടുവിലും ഞാൻ ചോദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന. ഞാൻ നനയ്ക്കുന്നത് എൻ്റെ ഇമാജിനേഷന് ബിയോണ്ട് ആയിട്ട് ഒരു ശക്തി എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ഒരു പരിജ്ഞാനം. കേൾക്കുന്ന ദൈവമക്കളെ, ഏത് വിഷയത്തിന് നടുവിലും ആയിക്കോട്ടെ, ഈ കൃപയിൽ നിങ്ങൾ അബൈഡ് ചെയ്യുമ്പോൾ, വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, God is my certainty in all uncertainties in life. ഏത് ബുദ്ധിമുട്ടുള്ള അവസ്ഥയുടെ നടുവിലും ദൈവമാണ് എൻ്റെ ഒറ്റ ആധാരം. നിങ്ങളുടെ ഹൃദയവും മനസ്സും അതിലേക്ക് നങ്കൂരമിടണം. ആ നങ്കൂരമിടുന്ന പ്രോസസ്സാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്, അബൈഡിങ്, വസിക്കുക എന്നുള്ളത്. Hallelujah. I think I'll stop it and then I'll just prophesy over. ഞാൻ ഇത് ഒരു ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ണടച്ചൊന്ന് കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു ആകത്തുക let me just release over your life. Hallelujah. You are my beloved children. Not because of what you have done, but because of what my son Jesus has done on the cross. And you have been brought into this first love. Abide in my love. Abide in this place of the deepest affections of my heart, so that you know all the time that I will never leave you nor forsake you. That will be always at your disposal. That your heart and your mind become so confident and trust in who I am for you. My children, I'm always speaking in your heart that you are my beloved, in whom I am well pleased. You are my prized possession. When I see you, I don't see anything wrong in you, because all the wrongs that was in you, I placed it on the body of Jesus and nailed it to the cross. So when I look at you today, I don't see anything wrong in you, but I see what is missing in your current relationship between me and you. And I am releasing that through grace into your life, so that you always be confident, you always be trust that I am trustworthy, that I am your confident in all your uncertainties in life. My beloved children, you have been brought into this first love because to enjoy and grow in this unity, grow in this oneness, grow in this passion and desire that we have among the Trinity. You are my prized possession. I pay the price. Jesus shed his blood to get back you into my arms. And today, you are safe in my arms. Nothing in this world, no circumstances, no situations, no peril, no persecution, no anything in this world
can separate you from my love. You are always safe in my love. And today, when I speak this, let every one of you be soaked in this love, in this first love, that you are the beloved and accepted. Thank you, Father. Thank you for prophesying over us, O Lord. കർത്താവേ, ഇന്ന് അയച്ച ഈ വചനങ്ങൾക്കെല്ലാം ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു കർത്താവേ. ഈ വചനത്തിന്റെ അഭിഷേകത്താൽ അവരെ കഴുകുന്നതിനായിട്ട് നന്ദി പറയുന്നു. അവരുടെ മനസ്സും അവരുടെ ഹൃദയവും കഴുകി കർത്താവേ. അവർ ക്രിസ്തുവിൽ ആരാണ്, അവർ പ്രിയ പുത്രന്മാരും പുത്രിമാരും എന്നുള്ള തിരിച്ചറിവിലേക്ക് ഇന്നാളുകൾ കർത്താവെ അവരെ ഒരുക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. Father, you are training us to build an army, preparing for the end time harvest of Father God. You are preparing us from foot soldiers to warriors. You are raising up men and women just like Caleb and Joshua and Gideons of the Old Testament of Father God. Raise up a generation from amongst this group, this Zoom family of Father God, who will always understand and abide in your love and face every situation. പിതാവ് എന്നെ കൈപിടിച്ചിട്ടുണ്ട്, ഞാൻ ദൈവത്തിന്റെ പ്രിയ പുത്രനാണ് പുത്രിമാരാണെന്നുള്ള ഉറപ്പിൽ ഏത് വിഷയത്തെ നേരിടുവാൻ കർത്താവെ സജ്ജമാക്കുന്ന ഒരു തലമുറയില്ലാത്തൊന്ന് വാർത്തെടുക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അതിനായിട്ട് ഞങ്ങളെ ഉപയോഗിക്കുന്നതിനായിട്ട് നന്ദി പറയും. മാനവും മഹത്വം എടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.